ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലോട്ട് സ്വാഗതം ഗൈസ്. വീഡിയോയിലോട്ട് പോകും. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ വീഡിയോയിലോട്ട് പോകാം. ജീവിതത്തിൽ പഠിച്ച ഏറ്റവും വലിയ പാഠം, എൻ്റെ അമ്മോ എന്തൊരു കഷ്ടമാണല്ലേ. ജീവിതത്തിൽ പഠിച്ച ഏറ്റവും വലിയ പാഠം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പാഠങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ എങ്കിൽ കൂടി ഞാൻ എടുത്തു പറയുന്ന ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡോണ്ട് ട്രസ്റ്റ് എനി വൺ ഈസിലി. ഞാൻ ഏറ്റവും കൂടുതൽ പഠിച്ചൊരു പാഠം, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ തോൽവികൾ ഞാൻ നേരിട്ടുള്ളത് ഈ ഒരു ആൻസറിലൂടെ ആയിരിക്കും. അതായത് ഞാൻ പെട്ടെന്ന് എൻ്റെ ഒരു സ്വഭാവം എന്ന് വെച്ചാൽ, ഞാൻ പെട്ടെന്ന് എന്നെ ആരുമായിട്ട് കണക്ട് ചെയ്യുന്നൊരു സ്വഭാവക്കാരിയായിരുന്നു മുന്നേ. ഇപ്പോഴെല്ലാം മുന്നേ ഞാൻ എല്ലാവരെയും എൻ്റെ അമിതത്തിൽ കൂടുതലായിട്ട് ഞാൻ അവർക്ക് എൻ്റെ ലൈഫിൽ സ്വാതന്ത്ര്യം കൊടുക്കും. അതുപോലെ തന്നെ ഞാൻ അവരെ നന്നായി ഡീപ്പായിട്ട് വിശ്വസിച്ചിട്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും പറയും. ഒരു ജീവിതത്തിലൊരു പാർട്ടായിട്ട് നമ്മൾ അവരെ കൊണ്ടുവരണം. പക്ഷെ അവരെ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വലിയ ഒരു എന്താ പറയുക പാഠം തന്നെയാണ്. എനിക്ക് കിട്ടിയിട്ടുള്ളത് അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് കൂടുതൽ ഫ്രണ്ട്സില്ല. നല്ല ഫ്രണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൂടുതൽ ആൾക്കാർ എനിക്കില്ല. എനിക്ക് വിരലിൽ എണ്ണാവുന്ന ആൾക്കാരെ മാത്രമേ എൻ്റെ ഫ്രണ്ട്സ് ലിസ്റ്റിൽ പോലും ഞാൻ വെച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം പഠിച്ച പാഠവും ഞാൻ ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം ഇതായിരിക്കും: ആരെയും നിങ്ങൾ പെട്ടെന്ന് തന്നെ വിശ്വസിക്കരുത്. എൻ്റെ ജീവിതത്തിൽ വന്നിട്ട് ഒരുപാട് ആൾക്കാർ അവർക്ക് നല്ലത് ചെയ്തു കൊടുത്തിട്ടുണ്ട്. ചിലപ്പോൾ അവർ ഡീപ്പായിട്ട് വിശ്വസിക്കും. പക്ഷെ നമ്മൾ അത് റിയലൈസ് ചെയ്യുന്നത് എപ്പോഴെന്നറിയോ? നമ്മൾ ആ ഒരു പോയിന്റ് കഴിഞ്ഞിട്ടായിരിക്കും നമ്മളത് റിയലൈസ് ചെയ്യുന്നത്. കാരണം നമ്മൾ അവർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ റിയലൈസ് ചെയ്യുന്നത് നമ്മുടെ ലൈഫിൽ ഒരു ഘട്ടം കടക്കുമ്പോഴാണ് നമ്മൾ അറിയുന്നത് അവർ നമ്മളെ യൂസ് ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മൾ വിചാരിക്കും, നമ്മൾ കാണിക്കുന്ന അതേ രീതിയിൽ തന്നെ ആയിരിക്കും അവർ നമ്മളെ അടുത്തുള്ള സ്നേഹം തിരിച്ച് പ്രകടിപ്പിക്കുന്നത്. ഒരിക്കലല്ല. അവർക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പണമായിരിക്കാം. ഒരു പോയിന്റ് ഓഫ് വേ കഴിഞ്ഞതിന് ശേഷം നമ്മളത് റിയലൈസ് ചെയ്യും. നമ്മൾക്ക് വെറും നമ്മുടെ വേസ്റ്റ് ഓഫ് ടൈം ആയിരുന്നു അവർക്ക് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത് നമ്മളെ ലൈഫിൽ എന്ന് നമ്മൾ തിരിച്ചറിയും. പക്ഷെ അത് നമ്മൾ തിരിച്ചറിയുന്ന അടുത്ത സ്റ്റെപ്പിൽ നമ്മളെ വെക്കുന്ന ആ ഒരു കാലമുണ്ടല്ലോ, അങ്ങോട്ടുള്ള ആ ഒരു കാലുവെപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഒന്നാന്തരം കാലുവെപ്പ് തന്നെയാണ്. ഞാൻ എൻ്റെ ലൈഫിൽ നിന്ന് പഠിച്ചത്. ആരെയും ഞാൻ കൂടുതലായിട്ട് അതിനുശേഷം വിശ്വസിക്കലില്ല. ഞാൻ ഒരുപാട് ആൾക്കാരെ ഞാൻ എൻ്റെ ലൈഫിൽ വിശ്വസിച്ച് കുറേ കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. അവരോട് നല്ല ഫ്രണ്ട്ഷിപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു. അവരെയൊക്കെ അവരിൽ നിന്നൊക്കെ ഒരു പണി കിട്ടിയപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി, ആരുമായിട്ട് പെട്ടെന്ന് ഒരാളെ അധികം പെട്ടെന്ന് വിശ്വസിക്കാൻ പാടില്ലെന്നും നമുക്ക് നമ്മളെ ഉള്ളൂ എന്നും ഒക്കെ എനിക്ക് മനസ്സിലായി. പിന്നെ ഞാനിപ്പം മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം എന്നെക്കുറിച്ച് എന്നെ എന്ത് ജഡ്ജ് ചെയ്ത് കഴിഞ്ഞാലും അതൊക്കെ എന്നെ ബോധർ ചെയ്യുന്ന ഒരു കാര്യമേ അല്ല. എന്നെ അത് ബോധർ ചെയ്യുന്ന കാര്യമല്ല. കാരണം എനിക്കറിയാം എൻ്റെ ജേണി എന്താണ്. അതുകൊണ്ട് എന്നെ ജഡ്ജ് ചെയ്യുന്നവർ അവിടെ നിന്ന് ജഡ്ജ് ചെയ്തോട്ടെ എന്നെ ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അതൊക്കെ തന്നെയാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. ജീവിതം ഒരു പാഠപുസ്തകമാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് ഉണ്ടായിരിക്കില്ലേ, മോശപ്പെട്ട ആൾക്കാരും ഉണ്ടാവും, നല്ല ആൾക്കാരും ഉണ്ടാവും കുറേ. അപ്പോൾ അവരിൽ നിന്നിട്ട് മോശപ്പെട്ട കുറേ അനുഭവങ്ങൾ കിട്ടുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് മോശപ്പെട്ടവരാണ്. അപ്പോൾ അവരിൽ നിന്ന് എന്ത് ചെയ്യുക, നമ്മൾ സ്റ്റേ അവേ. എവറിത്തിങ് ഈസ് ലേണിങ്, എവറിത്തിങ് ഈസ് എക്സ്പീരിയൻസ്. ലൈഫ് ഒരു എക്സ്പീരിയൻസ് ആണ്. അത് നമ്മൾ കണ്ടറിഞ്ഞ് മുന്നോട്ട് പോയാൽ ആർക്കും ഒന്നും ഉണ്ടാവില്ല. കുറേയൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പം മോശപ്പെട്ടവരെയൊക്കെ മാറ്റി നിർത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ എത്തിച്ചേരട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ എനിക്ക് വേദന ഉണ്ടായിട്ടുള്ളത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാം ഗൈസ്. അത് ഞാൻ ഇങ്ങനെ തന്നെ പറയും. നമ്മളെ ഏറ്റവും കൂടുതൽ നമ്മളെ ലൈഫിൽ എന്തൊക്കെ ആണെന്ന് വിചാരിച്ചിട്ടുള്ളവരും ഏറ്റവും കൂടുതൽ അടുത്ത് പെരുമാറിയിട്ടുള്ളവരും നമ്മളെ സഹായിച്ചിട്ടുള്ളവരുമായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ വേദനയിൽ നിന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ജീവിതം പലതും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പഠിച്ചത് ഞാൻ എൻ്റെ എൻ്റെ തലയിൽ സ്റ്റോർ ചെയ്ത് വെച്ച്. അല്ലാതെ ചങ്ങായി, തെറ്റുകളും കുറ്റങ്ങളൊന്നും ഇല്ലാത്ത മനുഷ്യന്മാരാരെങ്കിലും ഉണ്ടോ? തെറ്റുകളും കുറ്റങ്ങളും ചെയ്തത് റിയലൈസ് ചെയ്ത് ആ തെറ്റുകൾ മറികടന്ന് മുന്നോട്ട് പോയവർ മാത്രമേ ഈ ലോകത്ത് ജീവിച്ചിട്ടുള്ളൂ. അങ്ങനെ ജീവിതമൊക്കെ മുന്നോട്ട് അടിപൊളിയായിട്ട് കൊണ്ടുപോകാം. അത് തന്നെയാണ് ജീവിതം. അത്രയേ ഉള്ളൂ. അത് തന്നെയാണ് നമ്മുടെ പാഠവും. ലൈഫിൽ ഏറ്റവും സന്തോഷത്തോടെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണ് എന്ന് ചോദിച്ചാൽ, എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യമേ ഉള്ളൂ. ഞാനിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ജീവിതമാണ് ഞാൻ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എക്സ്പീരിയൻസ്. കാരണം എന്തെന്നറിയാമോ? എൻ്റെ ലൈഫിന് മുന്നേ വരെ ഞാൻ ആലോചിക്കുമായിരുന്നു, ഞാൻ തിങ്ക് ചെയ്യുമായിരുന്നു, എന്താണ് എൻ്റെ ലൈഫിലൊരു ലോജിക്ക്, എന്താണ് എനിക്ക് മാത്രം ഇങ്ങനെ ഓരോ തെറ്റുകളെ പറ്റുന്നത്, ഞാൻ ചൂസ് ചെയ്യുന്ന മാത്രം എന്താണ് ഇങ്ങനെ തെറ്റുകളാവുന്നത് എന്നൊക്കെ ഞാൻ ചിന്തിക്കുമായിരുന്നു. ബട്ട് റൈറ്റ് നൗ ഞാൻ ഇപ്പോൾ ഉള്ള ഒരു ഹാപ്പിനെസ്, പീസ് മൈൻഡൊക്കെ ഞാൻ ഫുൾഫില്ലായി. എനിക്ക് നല്ലൊരു
സത്യമായ നല്ലൊരു സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന കുറച്ച് മനുഷ്യരുടെ ഇടയിലാണ് ഞാനിപ്പോൾ ജീവിക്കുന്നത്. ചുറ്റുപാടുമുള്ളത് എൻ്റെ ചുറ്റുപാട് നല്ലതാണ്. ഞാൻ നല്ലൊരു സേഫ് പ്ലേസിലാണ് എത്തിയിരിക്കുന്നത്. ഞാൻ ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതവും ഹാപ്പിയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ലൊരു വീഡിയോ അടുത്തായിട്ട് വരുന്നവരെ സൈനിങ് ഓഫ്. ബൈ ബൈ.